ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്ന വൈ ഡെസ്റ്റിനിയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡ് എവിടെ കണ്ടാണ് നമ്മൾ നിർത്തിയത് എല്ലാവർക്കും അറിയാമായിരിക്കും. കാര്യം എന്തായാലും പറക്കാൻ പറ്റത്തില്ല, അതുപോലൊരു ദിവ്യ മുഹൂർത്തത്തിലാണ് കൊണ്ട് നിർത്തിയത്. അങ്ങനെ ആ രാത്രിയും കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെയായി. സാറ്റാണ് എഴുന്നേറ്റത് ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെറുക്കൽ ഒരുമാതിരി ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് നേരെ എഴുന്നേറ്റ് നമ്മുടെ ജോക്കിനെ കാണാൻ ചെല്ലുമ്പം ജോക്കാണെങ്കിൽ വൈഫൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഇവന് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ്റോണ് ഇവന്റെ അടുത്ത് വന്നിട്ട് ചോക്ക് എന്ന് പറഞ്ഞ് വിളിക്കും. ചോക്കോണ്ടെ തിരിഞ്ഞു നോക്കി ഇവന്റെ മുഖം കാണുമ്പോൾ ഭയങ്കര നാണമാണ്. രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാത്രി നടന്ന സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. മടിച്ചുകൊണ്ടായിരുന്നു ചോക്ക് വയ്ക്കും. ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയോന്ന് വയ്ക്കും. അവന് ദേഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ ആദ്യമായിട്ട് വരുമ്പോഴേക്കും വീട് മാറി കിടക്കുമ്പോൾ ഉറക്കം കിട്ടത്തില്ലല്ലോ, അതുപോലെ നല്ലപോലെ ഉറങ്ങിയോന്ന് ചോദിക്കും. പക്ഷെ സാറ്റിനും ജോക്കിനും ചിരി വരും. കാരണം രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സാറ്റോണ്ണന് വിഷയം മാറ്റാൻ വേണ്ടി പറയും. നല്ല മണം വരുന്നുണ്ടോ, നീ എന്തോ ഫുഡാ കുക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ജോക്കി വയ്ക്കും, എന്താ നിനക്ക് വിശക്കുന്ന, എന്നാ നീ അവിടെ പോയി ഇരിക്കുന്നത്, നിനക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവൻ ഉണ്ടാക്കിയ ഫുഡ് നേരെ ഇവന്റെ മുന്നിൽ കൊണ്ട് വെക്കും. ഈ ഫുഡ് കണ്ടതും സാറ്റിന് ഭയങ്കര ഹാപ്പി ആവും. എന്നിട്ട് പറയും, നീ തിരക്കേടില്ലല്ലോ, ഇപ്പോഴും എനിക്ക് ഏതാ ഇഷ്ടം എന്നൊക്കെ നീ ഓർത്ത് വെച്ചിട്ടാണല്ലോ, അതാണല്ലോ കുക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുക. എന്നിട്ട് നമ്മുടെ ചോക്കിനും ഒക്കെ വായിലൊക്കെ വെച്ച് കൊടുക്കും. ഉടനെ ചോക്ക് പറയും, നീ പെട്ടെന്ന് കഴിക്കാമെങ്കിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അത് തരാന്ന് പറയും. സർപ്രൈസോ, എന്ത് വേണാവോ എന്തോ. ഫുഡ് കഴിച്ചത് പറഞ്ഞാൽ സാറ്റിന്റെ കണ്ണൊക്കെ പൊത്തി ചോക്കിവനെ വിളിച്ചുകൊണ്ട് പതുക്കെ സോഫയെ കൊണ്ടിരുത്തും. ഇരുത്തിട്ട് എന്ത് ചെയ്യും, പൊക്കറ്റിൽ നിന്നൊരു ബബിൾക്ക് എടുത്തു കൊടുക്കും. കണ്ണു ഇറക്കുന്ന പോലെ നോക്കുമ്പോ ഈ ബബിൾക്ക് ഇവര് കൊച്ചിലെ ഒന്നിച്ച് എപ്പോഴും ഷെയർ ചെയ്ത് കഴിക്കത്തില്ല, ആ ബബിൾക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ അടിച്ച സ്പെഷ്യൽ അല്ലേ. ഇത് കണ്ട് സാറ്റിന് ഭയങ്കര ഹാപ്പിയാവും. കൊച്ചിലെ കഴിച്ച ബബിൾക്കും അല്ലേ, അവരങ്ങനെ ബബിൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കുകയാണ്. സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എന്തോ ഒരു ഇതായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ ഇത് ചെറിയ കാര്യമൊന്നും അല്ല. നമുക്കിപ്പം കൊച്ചിലത്തെ കട്ടിമുട്ടായൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ ഭയങ്കര ഹാപ്പി അല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടെ ബബിൾക്കും ഒക്കെ ചവച്ചിട്ട് എന്ത് ചെയ്യും, അത് ഊതി ഇങ്ങനെ വിയർപ്പിക്കും. വിയർപ്പിച്ചിട്ട് ആരാണ് ഏറ്റവും വലിയ ബോളാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മത്സരമൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ സാറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ചോക്കിന് ക്ലോസ് ആയി വരും. ചോക്കിനാണ് ടെൻഷൻ വന്നിട്ട് വയ്യ. പിന്നെ ഇവൻ ഫ്രണ്ടോട്ട് വരുമ്പോ ഇവൻ പുറകോട്ട് പോയി സോഫയിൽ ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ അടുത്ത് വന്നിട്ട് ചോദിക്കും, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നമ്മളെപ്പോഴാ ഫ്രണ്ട്സ് അല്ലാതായത് എന്ന് ചോദിക്കും. അതായത് ഇവർ കൊച്ചിലെ എപ്പോഴാണ് പിരിഞ്ഞത് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ടെന്നെ ചോക്ക് പറയാ, അതൊക്കെ എന്താ നീ ഇപ്പം ചോദിക്കുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. ഇല്ല പറ എനിക്കറിയണം, എപ്പോഴാണ് നമ്മള് ഫ്രണ്ട്സ് അല്ലാതായത് എന്ന് ചോദിക്കും. ചോക്കണ്ട പറയും, കൊച്ചിലെ ഞാൻ നിനക്കൊരു പാവക്കുട്ടി സമ്മാനമായിട്ട് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ, ആ പാവക്കുട്ടി മേടിച്ചിട്ട് നമ്മളവിടെ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പം ടോപ്പിന്റെ ഒക്കെ ഗ്യാങ്ങിൽ ചേരണമെന്ന് പറഞ്ഞ് നീ എന്നെ അടിച്ചില്ലേ, അക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ, അതിനുശേഷം നമ്മൾ തമ്മിൽ മിണ്ടാറേ ഇല്ല, അങ്ങനെയാണ് നമ്മൾ പിരിഞ്ഞതെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും സാറ്റിന് ഭയങ്കര സങ്കടമാണ്. കാരണം മറ്റവന്റെ ഗ്യാങ്ങിൽ ചേരണമെന്ന് വെച്ചിട്ട് ഇവനെ വേണ്ടാന്ന് വെച്ചില്ലേ, അപ്പൊ ഇവൻ അവരെക്കാട്ടിയൊക്കെ വരുത്തി ഇവനല്ലേ, ഫ്യൂച്ചറിൽ ഇവനല്ല ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവന് ഭയങ്കര സങ്കടമായിട്ട് പറയും, ഞാൻ അന്ന് ചെയ്തതിന് സോറി, അന്ന് ഞാൻ അറിയാതെ ചെയ്തതാ, ഇപ്പൊ എനിക്കൊരു വർക്ക് ഉണ്ട്, എനിക്ക് പോണോന്ന് പറഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകും. അവിടുന്ന് ചേർക്കൻ പിറ്റേ ദിവസം കോളേജ് വരുമ്പോഴേക്കും നമ്മുടെ ടോപ്പാണ് വേറെ ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവരെന്തോ സംസാരിക്കുന്നത് പറഞ്ഞ സാറ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ടോപ്പിനോടാണ് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, സാറ്റിന് ഇപ്പൊ എന്ത് പറ്റില്ല, കുറച്ചു നാളായിട്ട് അവൻ ഭയങ്കര വിയേഡായിട്ടാണല്ലോ പെരുമാറുന്നത്, കൊച്ചു പിള്ളേർക്കണക്കെ കാണിക്കുന്നത്, അവന്റെ മൊത്തത്തെ രീതിക്ക് നല്ലൊരു മാറ്റം ഇല്ല, നിന്റെ ഫ്രണ്ട് എന്താടാ ഈയിടെയായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ടോപ്പ് എന്ന് പറയും, ഫ്രണ്ടാ, അവനാ എന്റേതാ, എന്റെ ഫ്രണ്ടൊന്നും അല്ല അവൻ, അവന്റെ കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ കുറച്ച് ഗ്ലാമർ ആയിട്ട് എന്നെ തോന്നും, അതിനുവേണ്ടി മാത്രം അവനെ എന്റെ കൂടെ നടത്തിക്കുവാന്ന് പറയും. അയ്യോടാ. ഇത് കേൾക്കുമ്പോൾ സാറ്റിന് ഭയങ്കര സങ്കടമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ കൊണ്ടുവരുന്ന ഒരാള് അയ്യോ എന്റെ ഫ്രണ്ടൊന്നും അല്ല, അവനെ ഞാൻ ചുമ്മാ ഷോയ്ക്ക് കൊണ്ടുനടക്കുക എന്ന് പറയുമ്പോ അല്ലേ ഭയങ്കര സങ്കടമായിട്ട് ഇറക്കാൻ വിഷമിക്കുകയാണ്. നമ്മുടെ ടോപ്പുമായിട്ടുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇവൻ ഒരുപാട് സങ്കടപ്പെടും. ഇതേ ചിന്തയിൽ മനസ്സ് സങ്കടത്തോട് കൂടി ഒരു ഫുട്ബോൾ മാച്ച് ചെയ്യുമ്പോഴേക്കും മാച്ചിലും തോറ്റുപോകും. തിരിച്ചു വന്നിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് ഓർക്ക് എന്ത് പറ്റി, എനിക്കെല്ലാം മോശമായിട്ട് നടക്കുന്നത്, എന്റെ ചുറ്റിനുള്ള ആൾക്കാരെല്ലാം എന്താ ഇത്രയും മോശക്കാരായി പോയത്, ഞാനങ്ങനെ ഇവരിടയ്ക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെടുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ചെറുക്കൻ ബസ് ഇരുന്ന് എവിടോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന്റെ കൊച്ചിലത്തെ ഓർമ്മകളൊക്കെ വരും. എന്താന്ന് വെച്ചാൽ ചോക്ക് ഇവനും കൊച്ചിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒന്നിച്ചിരുന്ന് കളിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഓർത്ത് ചെറുക്കൻ ഒരുമാതിരി സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. ഇവൻ പോകുന്നതിലോട്ടെന്ന് വെച്ചാൽ അച്ഛനും അമ്മേനും കാണാൻ വേണ്ടി അവര് താമസിക്കുന്ന വീട്ടിലോട്ടാണ്. വീടിന്റെ മുറ്റത്ത് പോയി നിന്നത് ഇവനാണ് കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ആണ് ഓർക്കുന്നത്. ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേക്കും അവന്റെ ബ്രദറുമായിട്ട് കളിച്ചതും അച്ഛനെയും അമ്മേനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഡോറ് കൊട്ടുമ്പോഴേക്കും ഡോറ് വന്ന് തുറക്കുന്ന അവന്റെ അമ്മേനെയാണ്. അമ്മയെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മയെ ഹഗ് ചെയ്യും. അമ്മയ്ക്കും ഭയങ്കര സന്തോഷം, വലുതായെങ്കിലും മോന് വന്നല്ലോ, അവരെല്ലാം മനസ്സ് ഇവൻ പെട്ടെന്ന് വലുതായതല്ലോ. അമ്മയുണ്ടെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും, എന്താ മോനെ നീ വീട്ടിലോട്ടൊന്നും വരാത്തത്, എങ്ങോട്ട് വാടാ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേന്നൊക്കെ പറയില്ല അമ്മ, ഇത്ര നാൾ ഇരുന്ന പോലെ ഞാൻ ഇനി ഇരിക്കത്തില്ല, ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വരാന്ന് പറയും. അങ്ങനെ നേരെ രണ്ടുപേരും കൂടെ അകത്ത് നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും അച്ഛനുണ്ട്. അച്ഛനാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനാണ്. ഇവനെ കണ്ടതും കൊഞ്ഞനും കുത്തിയൊക്കെ കാണിക്കോ, കുഞ്ഞ് അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും മക്കള് ചെറുതായിരിക്കും.
മനസ്സിലായി. ചെറുതായ രീതിയിൽ കൊഞ്ഞിനെ കുത്തിയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കും. നല്ല ഫൺ ആയിട്ടുള്ള ഡാഡാന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ കൊഞ്ഞിനെ കുത്തി കാണിക്കുമ്പോഴേക്കും സാറ്റ് പറയും, എന്തോ അച്ഛ ഇപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരും തിരിച്ചു കാണിക്കും. ഇത് കണ്ടുകൊണ്ടാണ് അമ്മ ഫുഡ് എടുത്തോണ്ട് വരുന്ന പറഞ്ഞാൽ അമ്മ ഇവർ രണ്ടുപേരും കൊഞ്ഞിനെ കുത്തി കാണിക്കും. അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു ഫാമിലിയാണ്. ഉടനെ ഇവന്റെ അമ്മ ഇവനോട് ചോദിക്കും, നീ അല്ലേടാ കൊച്ചിലോട്ട് പറയല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് 18 വയസ്സാണ്, ഞാൻ വലിയ ചെറുക്കനാവണം, എനിക്ക് ഫ്രീഡം കിട്ടണം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ, കുഞ്ഞിലെ തൊട്ട് പറയല്ലോ, ഇപ്പൊ നിനക്ക് വലുതായല്ലോ, നിനക്ക് ആ ഫ്രീഡം ഒക്കെ കിട്ടി, നീ ഭയങ്കര ഹാപ്പിയാണോ എന്ന് ചിരിച്ചോണ്ട് ചോദിക്കും. ഉടനെ നമ്മുടെ സാറ്റാണെങ്കിൽ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കൊച്ചിലെ ഇവൻ എപ്പോഴും അമ്മയോട് പറയാം, അമ്മ എനിക്ക് വലിയ ചെറുക്കനാകണം, എത്രയും പെട്ടെന്ന് വളർന്നാൽ മതി, മറ്റുള്ളവരെ പോലെ എനിക്ക് വലുതായി വലിയൊരു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഭയങ്കര ഫ്രീഡം വേണം എന്നൊക്കെ കൊച്ചിലെ എപ്പോഴും പറയുമായിരുന്നു. അത് വെച്ചിട്ടാണ് അമ്മ ഇപ്പം ചോദിച്ചത്. അതൊക്കെ ഓർമ്മ വന്നിട്ട് ഇവനുണ്ടായപ്പോ പറയും, അതൊക്കെ അപ്പോഴല്ലേ അമ്മ, എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ എങ്ങനെയും ചെറിയ ചെറുക്കനായാൽ മതിയെന്നാണ് എന്ന് പറയും. അതായത് കുഞ്ഞായിട്ടിരുന്നാ മതിയെന്നാണെന്ന് ഇപ്പൊ മനസ്സിലെന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേടാ അപ്പോഴേ, വലുതാകണം എന്ന് വിചാരിക്കും, വലുതായി ഒരാഴ്ച കഴിയുമ്പോ തന്നെ ഉറക്ക തുടങ്ങും, ചെറുതായിട്ടിരുന്നാ മതിയായിരുന്നു ഇങ്ങനെ ഇവൻ പറയുന്ന കേട്ടത് അമ്മ ഉടനെ പറയും, അതൊന്നും നടക്കത്തില്ല മോനെ, നടന്നതാ കഴിഞ്ഞത്, ഇനി നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്യേണ്ടത്. അതല്ല അമ്മ, എനിക്ക് എന്റെ പാസ്റ്റിലോട്ട് പോയി എല്ലാം ശരിയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്ന കേട്ടത് അമ്മ വീണ്ടും പറയും, അതൊന്നും നടക്കത്തില്ല മോനെ, നടന്നതാണ്, എന്താണോ നടന്നത് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, ഇനി പുറകെ പോയി അതൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവനെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെറുക്കൻ പിറ്റേ ദിവസം നേരെ ചെന്ന് ചോക്കിനെ കാണാൻ ചെല്ലുമ്പോഴേക്കും ചോക്ക് സ്വിമ്മിംഗ് പൂൾ നീന്തിക്കൊണ്ടിരിക്കും. എഴുന്നേറ്റ് വരുമ്പോഴേക്കും സാറ്റിനെ കണ്ടോണ്ട് തന്നെ പറയാം, ആഹാ ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. ഞാൻ നിന്റെ ഷെഡ്യൂൾ ഒക്കെ നോക്കിയിട്ടാ വന്നതെന്ന് പറയുമ്പോൾ ചോദിക്കും, എന്താ വന്നത്, എന്നെ കാണാൻ വന്നതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, ഒന്നുമില്ലടാ, ഞാൻ നിന്നെ വെറുതെ കാണാൻ വന്നേ, നിന്റെ അടുത്തിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്, ഞാൻ നിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. പറയും, എന്ത് കുഴപ്പമില്ല, നിനക്ക് എപ്പോ എന്നെ കാണാൻ വരണമെങ്കിലും അപ്പോഴെല്ലാം നിനക്ക് വരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അടുത്തിങ്ങനെ സംസാരിക്കുകയാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാന്ന് പറഞ്ഞു. ഇനി സാറ്റിന് എന്ത് വേണം, ഇനി ഇത് തന്നെ ആയിരിക്കും ഇവന്റെ പണി. അങ്ങനെ വേറൊരു ദിവസം നമ്മുടെ ചോക്കിനെ കാണാൻ സാറ്റ് വരും. വന്നതും കുഞ്ഞു പിള്ളേർക്ക് ഇവനെ കെട്ടിപ്പിടിച്ച് വയറിലിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കളി കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണെന്ന് തോന്നത്തില്ല, സത്യമായിട്ട് ഇവര് റിലേഷൻഷിപ്പിലാണെന്ന് തോന്നത്തുള്ളൂ. ഇവനാണ് അറിഞ്ഞു ചെയ്യുന്നോ അറിയാതെ ചെയ്യുന്നോ എനിക്കറിയത്തില്ല. ഇവന്റെ മടി കിടന്നിട്ട് വയറിലൊക്കെ കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ തല വെച്ചിട്ട് പറയും, എനിക്ക് വിശക്കുന്നിടാന്ന് പറയും, നിനക്ക് വേണ്ടിയിടാ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, എടുത്ത് കഴിക്കുന്നു പറഞ്ഞിട്ട് ഫുഡ് എടുത്ത് അവന് കൊടുക്കും. പാസ്ത ഇല്ല അതാ കൊടുക്കുന്നത്. ഇവനാണ് കൊച്ചു പിള്ളേർ കഴിക്കാനൊക്കെ അത് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു പാസ്ത കുറച്ച് സോസ് ഒക്കെ ഒട്ടിയിരിക്കുക. ഉടനെ ആ സോസ് എടുത്ത് ചോക്കിന് വാരി കൊടുക്കുന്ന രീതി കൊണ്ടുപോയിട്ട് അവന്റെ കവിളെല്ലാം ആ സോസ് ഒക്കെ തേച്ച് വെക്കും. തേച്ച് വെച്ചിട്ട് ഇവൻ അടങ്ങിയിരിക്കും. ഇവൻ നേരെ ചെന്നിട്ട് എന്ത് ചെയ്യും, അവന്റെ മുഖം കൊണ്ട് തന്നെ നമ്മുടെ ചോക്കിന്റെ മുഖത്ത് സോസ് എല്ലാം എങ്ങനെയാ തൂത്തുകളെ, അതായത് ഇവന്റെ മുഖത്ത് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക മുഖം കൊണ്ട് തന്നെ. എന്റെ പൊന്നെ എത്രയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചോക്കാണെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാണ്. ഉടനെ ചോക്ക് എന്ത് ചെയ്യും, നമ്മുടെ സാറ്റിനെ പിടിച്ച് കിസ് ചെയ്യും. ആദ്യം കിസ് ചെയ്യും, പിന്നെയും കിസ് ചെയ്യും. മൂന്നാമത് കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും സാറ്റ് എന്ത് ചെയ്യും, ഭയങ്കര നാണമായിട്ട് നമ്മുടെ ചോക്കിനെ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോവും. ഇവൻ നാണം കൊണ്ടാണ് ഓടിപ്പോകുന്നത് നമ്മുടെ ചോക്കിന് മനസ്സിലാകത്തില്ല. അവൻ വിചാരിക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ട് വേണ്ടാന്നുള്ള രീതിയിൽ തള്ളിയിട്ട് ഓടിപ്പോകുന്നതാന്ന് വിചാരിച്ച് ചോക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. സാറ്റിനപ്പം നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് അല്ലാതെ അതിന് മേളിൽ വേറൊരു ഇഷ്ടമൊന്നും ഇല്ലാന്ന് വിചാരിച്ചാണ് നമ്മുടെ ചോക്കിരിക്കുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് വാലന്റൈൻസ് ഡേ വരും. രണ്ടുപേരുടെ സാധാരണ രീതിയിൽ തന്നെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ സാറ്റ് ചോക്കിനോട് ചോദിക്കും, എന്ത് പറ്റി, നീ നന്നായിട്ടൊക്കെ ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന് ചോദിക്കും. പറയാം, അടാ പോകുന്നുണ്ട്, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറയും. ബോയ് ഫ്രണ്ട് എന്ന് കേട്ടത് നമ്മുടെ സാറ്റാണ് ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ മാത്രമാണ് ഷോക്കായത്, ഞാൻ ഷോക്കായി, നിങ്ങളും ഷോക്കായില്ലേ, നിനക്ക് ബോയ് ഫ്രണ്ട് ഇതിടയ്ക്ക് എവിടെ നൊപ്പിച്ചടാ ബോയ് ഫ്രണ്ട്, നീ എപ്പൊ നോക്കിയാലും ഇവന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന കാണാം, അതിനിടയ്ക്ക് നിനക്ക് ബോയ് ഫ്രണ്ട് സെറ്റായി, അന്നാണ് ഇത് ചതിയായി. ഇപ്പൊ ഞങ്ങളുടെ കൊച്ചിനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അവൻ ഈ ജീവിതത്തിൽ ആപ്പാടെ സമാധാനം എന്ന് പറയുന്നത് നീയായിരുന്നു, നീ തന്നെ അവനോട് ഇത് ചെയ്തല്ലോ. നിങ്ങൾക്ക് ഈ സീൻ മനസ്സിലായി, നമ്മൾ ഈ ഡ്രാമയുടെ തുടക്കത്തിൽ കാണുന്ന സീനാണിത്. ഇത് നടക്കുന്ന സ്ഥലത്ത് തന്നെ മറ്റേ ആ പാവക്കുട്ടി ഇരിപ്പുണ്ട്. ഇങ്ങനെ ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് കേൾക്കുമ്പോ സാറ്റിന് ഭയങ്കര സങ്കടമായിട്ട് സാറ്റ് ഉണ്ടെന്ന് ചോദിക്കും, നീ അല്ലേ പറഞ്ഞ നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, സിംഗിൾ ആണെന്ന്, ഇപ്പൊ നിനക്ക് എവിടുന്ന ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയും, ആടാ എന്റെ 4th ഇയർ സീനിയർ കുറെ വർഷമായിട്ട് എന്റെ പുറകെ നടക്കുകയാണ്, ഇന്ന് രാവിലെ ഞാൻ അയാളോട് ഓക്കെ പറഞ്ഞത് എന്ന് പറയും. നല്ല കൊലച്ചതിയായി പോയി. വാലന്റൈൻസ് ഡേക്ക് തന്നെ പുള്ളി ലൈൻ സെറ്റാക്കിട്ടാ വന്നിരിക്കുന്നത്, നാണം കെട്ടവനെ. ഇത് കേട്ടത് പാവം എന്റെ സാറ്റിന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയിൽ ചെറുക്കം ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുക.
നിക്കാണ്. എന്തായാലും അല്ലേ, എന്തുവാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാള് അന്ന് അങ്ങോട്ട് ഒരു ലൈൻ സെറ്റ് ആക്കിയതുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സോർത്തില്ല, അയ്യോ ആ ചാൻസ് അവൻ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്നല്ലേ. എന്തു പറയാനാ. ഇങ്ങനെ ചോക്കിന് ലവറുണ്ടെന്ന് പറയുമ്പോൾ സാറ്റിന് ഭയങ്കര സങ്കടമായിട്ട്, ചെറുക്കനാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഉണ്ണേനെ മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പറയുന്ന രീതി കൊണ്ട് ചോക്ക് പറയും, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ല, എനിക്ക് അവനുമായിട്ട് ഡേറ്റ് ഉള്ളതാ, ഫുഡ് കഴിക്കാൻ ഒന്നിച്ച് പുറത്തു പോകണം, എനിക്കിപ്പോ പോകണമെന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോ സാറ്റിന്റെ ഹൃദയം പൊട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ചോക്ക് നിനക്കൊരു ലവറെ കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രസന്റിൽ കുറച്ച് നാളായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്നാ, എനിക്ക് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നതെന്ന് ഭയങ്കര സങ്കടമായിട്ട് പറയും. ഇത് കേട്ടത് തൊട്ട് തന്നെ ചോക്ക് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു. പക്ഷേ ഇതെന്തുവാടാ നാണം കെട്ട വർത്താനം പറയുന്നത്, നിനക്ക് അവനെ ഇഷ്ടമാണ് ഇവനെ ഇഷ്ടമാണോ, അതെങ്ങനെ സാധ്യമാകും? അതൊക്കെ ഇങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ അല്ലേ, 3-5 ലൈനുള്ള എത്ര പേരിട്ട്, അതൊക്കെ സിമ്പിൾ ആയിട്ട് സാധ്യമാവും. എന്നാലും ഞങ്ങളുടെ ചെറുക്കനോട് ഇത് വേണ്ടായിരുന്നു. എന്നിട്ട് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു. പക്ഷേ ഈ കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇത്ര നാളെ നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ എപ്പോഴും നമുക്കിടയിലുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അന്ന് കുഞ്ഞിലെ തന്നെ നമ്മൾ രണ്ട് വഴിക്ക് പോയി. ഇനി നിനക്ക് നിന്റേതായിട്ടൊരു വഴിയുണ്ട്, എനിക്ക് എന്റേതായ ഒരു വഴിയുണ്ട്. നമ്മളൊന്നും കുഞ്ഞു പിള്ളേരൊന്നും അല്ല, നമ്മൾക്കിടയിലെ ബന്ധമൊക്കെ 7 വർഷം മുമ്പേ എല്ലാം പോയതാണ്. ഇനി നീ നിന്റെ വഴി നോക്കി പോണം, ഞാൻ എന്റെ വഴി നോക്കി പോകും. എനിക്കിപ്പോ ഒരു ലവറിനെ കിട്ടിയതുപോലെ തന്നെ നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടും. അതിപ്പോ നീ പറയാതെ തന്നെ അവനും അറിയാം, ഞങ്ങൾക്കും അറിയാണ്. ഈ തേക്കുന്ന ഒരു സ്ഥിരം ഡയലോഗോ, നിനക്ക് എന്നെക്കാട്ടും നല്ല ജീവിതം കിട്ടും. അതെ ഈ തേക്കുന്നത് നിന്റെ കൂടെ നിൽക്കുന്നതല്ല, ചെറുക്കന് വേറെ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ്. ചോക്കിങ്ങനെ നമ്മൾ പിരിയാൻ പോവാണ് എന്ന് പറയുന്നേക്കും സാറ്റിന് ഭയങ്കര സങ്കടമാണ്. അവൻ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഉടനെ ചോക്ക് അറിയും, എനിക്കിന്ന് ഡേറ്റ് ഉണ്ട്, എനിക്ക് പോകണം, എന്റെ ബോയ് ഫ്രണ്ട് എന്നെ നന്നായിട്ടാണ് നോക്കുന്നത്, അതുപോലെ തന്നെ നിന്നെ നന്നായിട്ട് നോക്കുന്ന ഒരു പേഴ്സണെ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പാടിയ കഥ തന്നെ പിന്നെയും പാടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും തൊട്ടടുത്തായിട്ട് ആ പാവക്കുട്ടി ഇരിപ്പുണ്ട്. ഇത് കണ്ടതും സാറ്റ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ചോദിക്കും, ആ പാവക്കുട്ടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചോക്ക് പറയാം, എടുത്തോട്ടെന്നോ, അത് എപ്പോഴേ ഞാൻ നിനക്ക് തന്നതാണ്, അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ നീ ഒരു പ്രോമിസ് ചെയ്യണം, അത് നീ ഇനി മിസ് ചെയ്യത്തില്ല എന്ന്, എപ്പോഴും നീ അത് നന്നായി സൂക്ഷിക്കുമെന്ന് നീ പ്രോമിസ് ചെയ്യണം എന്ന് പറയും. ഈ സീനൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേർ തമ്മിൽ അന്ന് തെങ്ക് പൊട്ടി കരഞ്ഞത് എന്തിനാണെന്ന്. ഓക്കെ, ഇത് സാറ്റ് കരയുന്നതൊക്കെ ചോക്ക് കരയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഇനി പാവക്കുട്ടി കൊടുക്കുന്ന വല്ല സങ്കടമാണോ? ചോക്കാണ് പാവക്കുട്ടി എടുത്ത് സാറ്റിന്റെ കൊടുത്തിട്ട് പറയും, നീ ഇത് നന്നായിട്ട് സൂക്ഷിക്കണം, ഇനി ഒരു പ്രാവശ്യവും കൂടെ നീ ഇത് കളയരുത് എന്ന് പറയും. ഉടനെ പറയില്ല, ഞാൻ കളയില്ല, ഞാൻ സത്യമായിട്ട് ഇത് നല്ലപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് പാവക്കുട്ടി മേടിച്ചിട്ട് പാവക്കുട്ടി ഇറുക്കെ പിടിച്ചിട്ട് പറയും, ഇതൊന്നും നടക്കാതിരുന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയും, ശരി എന്നാ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോ, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോക്കോ, ഞാനും പോവാ, ബൈ, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് ചെറുക്കനെ ഇവിടുന്ന് പോകും. ഈ പാവക്കുട്ടി ഹക്ക് ചെയ്ത് ചോക്കിന് വേറെ ലവർ ഉണ്ട് എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞാണ് സാറ്റ് റോഡിൽ കൂടെ വരുന്നത്. ഇവനിങ്ങനെ വരുമ്പോ ഇവന് കൊച്ചിലെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പോഴും അവനൊരു ആക്സിഡന്റ് നടക്കും. ഈ ആക്സിഡന്റ് നടക്കുമ്പോഴേക്കും വീണ്ടും പാവക്കുട്ടി റെഡ് ഹാർട്ട് ലൈറ്റ് എത്തും. സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ നേരെ സീൻ കട്ട് ചെയ്യുന്നത് ഇവൻ വീണ്ടും കുഞ്ഞായി പോയിരിക്കുകയാണ്. ഏറ്റവും പൊന്നെ ഇവന്റെ ഒരു യോഗ, ഇവൻ വീണ്ടും കുഞ്ഞായിപ്പോയി. ഇവൻ കണ്ണ് ഉറക്കുമ്പോഴേക്കും ഏത് ദിവസമാണെന്നറിയോ, ഇവൻ ആക്സിഡന്റ് ആകുന്ന ആ ദിവസം, അതായത് നമ്മുടെ ചോക്ക് കൊണ്ടുവന്ന് ഇവന് പാവക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കത്തില്ല, ആ ദിവസമാണ് ഇവന് ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇവൻ കണ്ണ് ഉറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചോക്കാണ് വീടിന് പുറത്ത് വന്നിട്ട് കഥവ് കൊട്ടും. സൗണ്ട് കേൾക്കുമ്പോഴേ ഇവന് മനസ്സിലാവും ചോക്കാ വന്നിരിക്കുന്നെന്ന്. ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്ന് കഥ തുറക്കുമ്പോഴേക്കും ചോക്കിനെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇവനിങ്ങനെ ഉമ്മ കൊടുക്കുന്ന കണ്ടതും ചോക്ക് ഭയങ്കര ഷോക്കാവും. എന്നിട്ട് പറയും, എന്തുവാണ് നീ കാണിക്കുന്നത്, നമ്മളൊക്കെ കൊച്ചു പിള്ളേരല്ലേ, കുഞ്ഞു പിള്ളേരൊന്നും ഇങ്ങനെ കിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു പിള്ളേർക്കൊക്കെ കിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കര സന്തോഷം. ഇപ്പൊ ചോക്ക് ആരുടെ സ്വന്തമല്ലല്ലോ, ഇവന്റെ മാത്രം സ്വന്തമല്ലേ, ഇവൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളായിരുന്നല്ലേ ഈ ഒരു ട്വിസ്റ്റ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. സാറ്റിനാണ് അവന്റെ ചോക്കിനെ കൈ കിട്ടിയല്ലോ, അവൻ ഭയങ്കര ഹാപ്പി. സത്യം പറഞ്ഞ ഇവ മണ്ടനാന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ ജീവിതം കിട്ടിയത് അവിടുന്ന് ഓടുന്ന എവിടോട്ടായിരിക്കും, നമ്മുടെ ടോപ്പിന്റെ അടുത്തോട്ടായിരിക്കും. കാലും കൈയും പിടിച്ചാൽ എങ്ങനെയെങ്കിലും ടോപ്പിനെ കൊച്ചിലെ തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് എന്റെ കസ്റ്റഡിയിലാക്കും. കാരണം വലുതായി വരുമ്പോ ടോപ്പിനെ കണ്ടില്ലേ, എന്റെ പൊന്നെ എന്തോ ഒരു ഗ്ലാമർ, എങ്ങനെയെങ്കിലും അവനെ സെറ്റാക്കാൻ നോക്കിയേനെ. ഇത് പറയാൻ ഇവൻ അല്ലേലും മണ്ടനാ. ഓക്കെ നമുക്ക് കഥയിലേക്ക് വരാം. ഇപ്പൊ സാറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ചോക്കിനെ ഹക്ക് ചെയ്ത് കിസ് കൊടുത്തോണ്ട് തന്നെ ചോക്ക് പറയും, നമ്മളൊക്കെ കുഞ്ഞു പിള്ളേരല്ലേ, നമ്മളിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയോ, അതിനൊന്നും കുഴപ്പമൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഇതിനോട് കാര്യം പറയാനുള്ള, നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂട്ടായിട്ട് ഒന്നിച്ച് വേണം കാണാൻ എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിക്കും. ചെറുക്കിന് പേടിയുണ്ട്, ഇനി ഇവന് മറ്റേ സീനിയറുമായിട്ട് വല്ല മുങ്ങിയാൽ എന്ത് ചെയ്യും. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ വളർന്ന് അങ്ങനെ അവർക്ക് 2021 18 വയസ്സാകും. രണ്ടുപേരും റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ചോക്കിന്റെ തോളിലോട്ട് സാറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. സാറ്റിന് ഭയങ്കര സന്തോഷം, കാരണം ചോക്ക് അപ്പോഴും അവന്റെ കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും വളർന്ന് ബോയ് ഫ്രണ്ട്സ് ആയെന്നാ തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. ചോക്ക് ഉണ്ടായിരുന്ന സാറിനോട് വെക്കും, നീ
ആഗ്രഹിച്ചതുപോലെ കോളേജിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല, വലിയ ഫേമസ് ഒന്നും ആകാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഒത്തിരി നിനക്ക് സങ്കടം ഇല്ലേന്ന് ചോദിക്കും. അതായത് ഇവന് ഏറ്റവും വലിയ ടോപ്പ് ആയിട്ടുള്ള കോളേജിൽ പഠിക്കണം, ഇവൻ ഭയങ്കര പോപ്പുലർ ആയിരിക്കണം എന്നൊക്കെയല്ലായിരുന്നു ആഗ്രഹം. അതൊന്നും ഈ ജീവിതത്തിൽ നടന്നിട്ടില്ല, അതിന് നിനക്ക് സങ്കടം ഇല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും സാറ്റ് പറയും അതൊക്കെ നടന്നില്ലെങ്കിൽ എന്താ, നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടിരിക്കുന്നില്ല, ഇതിനെക്കാട്ട് വലുതായിട്ട് എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവനെ കിസ് ചെയ്യും. ഇവനല്ലേ അറിയത്തുള്ളൂ പോപ്പുലർ ആയിട്ടിരുന്നപ്പോ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന്. നല്ലൊരു ഫ്രണ്ട് ഇല്ല, ലവർ ഇല്ല, ചുറ്റിന് ഒരു സന്തോഷം ഇല്ല, പോപ്പുലാരിറ്റി മാത്രമാണ്. അങ്ങനെ പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് പോകുമ്പോഴേക്കും വാലന്റൈൻസ് ഡേ വരും. വാലന്റൈൻസ് ഡേ വരുമ്പോഴേക്കും നമ്മുടെ സാറ്റാണെങ്കിൽ ഉറങ്ങുവാണ്. കണ്ണുറന്ന് നോക്കുമ്പോൾ റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, കുറെ ബലൂൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സർപ്രൈസ് ആണ്. ഇതെല്ലാം കാണുമ്പോൾ സാറ്റ് ഒരുപാട് ഹാപ്പി ആവും. ഇവൻ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ചോക്കിനെ കാണും. ചോക്കൊണ്ട് തന്നെ ആ പാവക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് വന്നോണ്ട് തന്നെ പറയടാ, ഇത് ഞാൻ നിനക്ക് കൊച്ചിലെ തന്നെയല്ലേ, പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ പവർ എന്തോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സാറ്റ് അറിയാം എനിക്കറിയാം, ഈ റെഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാർട്ടാണ്, ഈ ഹാർട്ട് ഞെക്കിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് സാധിക്കും, അതല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ചോക്ക് ഭയങ്കര ഷോക്കാവും. നിനക്കിതെങ്ങനെ അറിയാം, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ഇവൻ കൊച്ചിലെ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറയത്തില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ഇവൻ വലുതായി കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് പറയും. അത് ഓർമ്മ വെച്ചിട്ടാണ് നമ്മുടെ സാറ്റ് പറയുന്നത്. പക്ഷെ ഫ്യൂച്ചർ മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ ചോക്കിന് ഇതൊന്നും ഓർമ്മയില്ല. ഉടനെ നിനക്കിത് എങ്ങനെ അറിയാന്നുള്ള അത്ഭുതത്തിൽ ഇവൻ നോക്കും പറയാം അതൊക്കെ എനിക്കറിയാം, ഞാൻ ചുമ്മാ ഗസ് ചെയ്താന്ന് പറയുമ്പോൾ പിന്നെ ഇവനൊരു ബുദ്ധിമാൻ ഗസ് ചെയ്യാനായിട്ട് ആണാ, ബുദ്ധിമാനായിരുന്നു എന്നേ ആ ടോപ്പിന്റെ പുറകെ പോയത്, അതുകൊണ്ട് ആ കഥയൊന്നും നീ പറയണ്ട. ചോക്കൊണ്ട് തന്നെ ചോദിക്കും ഓക്കെ അപ്പൊ നിനക്ക് അറിയാലോ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ പാസ്റ്റിലോട്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ നീ ഏത് കാര്യം ചെയ്യും, പാസ്റ്റിൽ പോയി നീ എന്ത് ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും പാസ്റ്റിൽ പോയിട്ട് ഞാൻ നോക്കും, നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ നിന്നെ നന്നായിട്ടാണ് നോക്കിയത്, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പോയി തിരുത്തുമെന്ന് പറയുമ്പോഴേക്കും ജോക്കിന് ഭയങ്കര ഹാപ്പി ആവും. എന്നിട്ട് പറയും നീ ഒന്നും പാസ്റ്റിലോട്ട് പോയി തിരുത്തേണ്ട, നീ ഇപ്പം പ്രസന്റിൽ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്യും. അങ്ങനെ പിള്ളേർ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ് ചെയ്യുന്നതോടുകൂടി ഇവരുടെ സ്റ്റോറി ഇവിടെ തീരെയാണ്. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. ജീവിതത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള നല്ല പക്ക കഥയായിരുന്നു അല്ലേ, എന്ത് പറയാനാന്ന് പറയാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമന്റും ചെയ്തേക്ക്. പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഇൻസ്റ്റ ഐഡി ഒന്ന് ഫോളോ ചെയ്തേക്ക്. നോക്കട്ടെ എത്ര പേർക്ക് നമ്മൾ ഫേവറേറ്റ് ആണെന്ന്. നിങ്ങളിങ്ങനെ കമന്റിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പൊ എന്റെ ഇൻസ്റ്റ ഐഡി കൊടുത്തിട്ടുണ്ട്, സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തവര് നേരെ ചാനലിന്റെ ഹോം പേജിൽ പോയി അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.